എവ്രിവൺ വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. യു ജി സി നെറ്റ് എക്സാംസിനെല്ലാം ചോദിച്ചു വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്ന ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി ഇത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്വയം എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് 2017 ജൂലൈ 9 ബൈ ദ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രണബ് മുഖർജി. ഇപ്പോൾ സ്വയം എന്ന് പറയുന്ന ഒരു അക്രോണിം ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ്. നമുക്കറിയാം ഇന്നും നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നുള്ളത് ലഭ്യമല്ലാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം പരിഹരിക്കുക, അതല്ലെങ്കിൽ മോസ്റ്റ് ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും ഗ്രൂപ്പിനും ബെസ്റ്റ് ടീച്ചിങ് ലേണിംഗ് റിസോഴ്സസ് അവൈലബിൾ ആക്കുക, ആ ഒരു ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സ്വയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വയം എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ് 9 മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള ഡിഫറെൻറ്റ് കോഴ്സുകളാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും എവിടെ നിന്നും ഏത് ടൈമിലും ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സീറോ കോസ്റ്റിനാണ്, അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മൾ ₹1 പോലും ഇതിന് കോസ്റ്റ് ഫീ ആയിട്ടൊന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. So all the courses are interactive, prepared by the best teachers in the country and are available free of cost to any learner. More than 1,000 specially chosen faculty and teachers from across the country have participated in preparing these courses. ഇനി നമ്മൾ സ്വയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വയം എന്നുള്ളത് 4 ക്വാഡ്രൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് വീഡിയോ ലെക്ചേഴ്സ് ആണ്. അതായത് നമുക്ക് സ്വയം പ്ലാറ്റ്ഫോം വഴി നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സിൻ്റെ വീഡിയോ ലെക്ചേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. അതിനുശേഷം സെക്കൻഡ് ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലി പ്രിപ്പയർഡ് റീഡിംഗ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ഓർ പ്രിൻറ്റഡ്. അതായത് നമ്മൾ എടുത്തിട്ടുള്ള കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് ഡൗൺലോഡഡ് ഓർ പ്രിൻറ്റഡ് ഫോമാറ്റിൽ അവൈലബിൾ ആണ്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് വീഡിയോ ലഭിക്കുന്നുണ്ട്, പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആവുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഡിസ്കഷൻ ഫോറംസും സ്വയം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ശേഷം നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും ക്വിസുകളും സ്വയം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് 4 ക്വാഡ്രൻസ് ഓഫ് സ്വയം എന്ന് പറയുന്നത്. ഇനി ഈ സ്വയം എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ബെസ്റ്റ് ക്വാളിറ്റി കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ഡെലിവർ ചെയ്യുക എന്ന ലക്ഷ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് 10 നാഷണൽ കോർഡിനേറ്റേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഫോർ സെൽഫ് പേസ്ഡ് ആൻഡ് ഇന്റർനാഷണൽ കോഴ്സസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് NPTEL ആണ്, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ് ലേണിംഗ് ഫോർ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. Third one is UGC, University Grant Commission for non-technical postgraduate education. Fourth one is CEC, Consortium for Educational Communication for undergraduate education. Fifth one is NCERT, National Council of Educational Research and Training for school education. Sixth one is NIOS, National Institute of Open Schooling for school education. Seventh one is IGNOU, Indira Gandhi National Open University for out of school students. Eighth one is IIMB, Indian Institute of Management, Bangalore for Management Studies. Ninth one is NITTTR, National Institute of Technical Teachers Training and Research for Teacher Training Program. And the last one is 10th one is INI, Institutes of National Importance for Non-Technical Courses. അപ്പോൾ ഈ 10 നാഷണൽ കോർഡിനേറ്റേഴ്സ് ഓഫ് സ്വയം എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിനെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് 5 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. അതായത് നമ്മൾ പറഞ്ഞു 9th മുതൽ PG വരെയുള്ള കോഴ്സുകളാണ് സ്വയം വഴി ഓഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന 2 കോർഡിനേറ്റർ എന്ന് പറയുന്നത് NIOSഉം NCERTയും ആണ്. സെക്കൻഡ് വൺ ഔട്ട് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് IGNOയും NITTTRഉം ആണ്. അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നത് NPTELഉം AICTE, CEC and IIMB ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് NPTEL, AICTE, IIMB, UGC ആണ്. ആൻഡ് നോൺ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്നത് INI ആണ്. ഇനി നമ്മളിപ്പോൾ പറഞ്ഞതാണ് സ്വയത്തിലൂടെ നമുക്ക് അവൈലബിൾ ആവുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മളിതിന് ഫീ ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്വയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഒരു ഫൈനൽ പ്രോക്ടേർഡ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ചെറിയൊരു എക്സാം ഫീ
അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ അങ്ങനെ ഈ ഒരു ഫീ അടച്ച് നമ്മൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കൊരു സെൻറ്ററും അതുപോലെ തന്നെ ഒരു എക്സാം ഡേറ്റും അലോട്ട് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? സർട്ടിഫിക്കറ്റ്സ് ലഭിക്കും. ഇനി ഈ സർട്ടിഫിക്കറ്റിനായിട്ട് ഒരു എലിജിബിലിറ്റി കണ്ടീഷൻ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ആ കോഴ്സ് പേജിൽ കോഴ്സ് ഡീറ്റെയിൽസ് കൊടുത്ത് ആ ഒരു ഭാഗത്ത് ഈ എലിജിബിലിറ്റി കണ്ടീഷൻസും അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. Universities or colleges approving credit transfer for these courses can use the marks or certificate obtained in these courses for the same. ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് എന്നുള്ളത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ സപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി എന്താണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് നോക്കാം. UGC has already issued the UGC Credit Framework for Online Learning Courses through Swayam Regulation 2016, advising the universities to identify courses where credits can be transferred onto the academic record of the students for courses done on Swayam. അതായത് സ്വയം വഴി നമ്മൾ ചെയ്യുന്ന കോഴ്സുകളുടെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള അത് അപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേഷൻ 2016 UGC ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ AICTEയും ഒരു ഗസറ്റി നോട്ടിഫിക്കേഷൻ 2016 ഇതിനു വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് ട്രാൻസ്ഫർ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് 31 ജാനുവരി 2024 297 യൂണിവേഴ്സിറ്റീസ് സ്വയം കോഴ്സസിന്റെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. The current Swayam platform is developed by the Ministry of Education and NPTEL, IIT Madras with the help of Google Incorporation and Persistent Systems Limited. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വയം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനും NPTELും IIT മദ്രാസും ഗൂഗിൾ ഇൻകോർപ്പറേഷൻ്റെയും പെർസിസ്റ്റന്റ് സിസ്റ്റത്തിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വയത്തിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ചെറിയ ടോപ്പിക് ആണെങ്കിലും നമുക്ക് UGC നെറ്റ് എക്സാംസിന് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പോയിന്റ്സും നല്ല മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു ലേണേഴ്സ്.